വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ കൊണ്ടിരിക്കുന്നത് സുസുക്കി സ്വിഫ്റ്റ് ആണ്. വേറെ സ്വിഫ്റ്റ് അല്ല, 4ാം തലമുറയിൽപ്പെടുന്ന ഇന്ത്യയിലെ സുസുക്കി സ്വിഫ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം വർഷങ്ങളായിട്ട് ഗ്ലോബലി ഉള്ളൊരു ഹാഷ് ബാക്ക് മോഡലാണ് സുസുക്കി സ്വിഫ്റ്റ്. ഇന്ത്യയിൽ അവർ അവതരിപ്പിക്കുന്ന 2005-ലാണ്. 2005 ടൈപ്പ് 1 ഇന്ത്യക്കാരുടെ ടൈപ്പ് 1 സ്വിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആയി. ടൈപ്പ് 2 2011 ലോഞ്ച് ചെയ്ത്, ടൈപ്പ് 3 2018 ലോഞ്ച് ചെയ്തു. ഇപ്പോൾ ടൈപ്പ് 4 2024 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സുസുക്കി സ്വിഫ്റ്റ് നമുക്കറിയാം ജനപ്രിയ ഹാഷ് ബാക്ക് മോഡലാണ് സുസുക്കി സ്വിഫ്റ്റ്. വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർ ഇരു കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാഷ് ബാക്ക് മോഡലാണ്. അതിന് കാരണം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റെനൻസ് കോസ്റ്റ്, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ്, നല്ല ഫ്യൂവൽ എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഇന്ത്യക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഹാഷ് ബാക്ക് മോഡലായിട്ട് സുസുക്കി സ്വിഫ്റ്റ് മാറിയത്. അപ്പോൾ പുതിയ സ്വിഫ്റ്റ് കാണുമ്പോൾ നമുക്കറിയാം മസറാട്ടിയുടെ പല രൂപഭാവങ്ങളും അവിടെ ഇവിടെയൊക്കെ ഒളിച്ച് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ 4ാം തലമുറയിൽപ്പെടുന്ന സ്വിഫ്റ്റ് വന്നപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, മറ്റാരും ചെയ്യാത്തൊരു വേരിയൻറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമെങ്കിലും ഞാൻ അധികമൊന്നും യൂട്യൂബേഴ്സ് കണ്ടില്ല. കാരണം ZX എന്ന വേരിയൻറ്റ്, ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യാറുള്ളത് VXI ഓപ്ഷനിൽ ZXi തുടങ്ങിയ വേരിയൻറ്റൊക്കെയാണ്. ടോപ്പ് എൻഡിലോട്ട് പോകാൻ ചാൻസ് കുറവാണ്. കാരണം ടോപ്പ് എൻഡിലുള്ള ഓൾമോസ്റ്റ് 95% ഫീച്ചേഴ്സും ഈ ZXi എന്ന വേരിയൻറ്റുണ്ട്. നമുക്ക് ഒരു 10 ലക്ഷം രൂപ താഴെ ലഭിക്കുന്ന മോഡലുണ്ടെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് സുസുക്കി സ്വിഫ്റ്റ് 2024 ഒന്ന് അടുത്ത് കാണാം. സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നും ഇത് 3rd ജനറേഷൻ സ്വിഫ്റ്റ് തന്നെയല്ലേ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ റോഡിൽ കൂടി പോകുമ്പോൾ പിടികിട്ടത്തില്ല. പക്ഷേ ഒന്ന് അടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പുതിയ ബോഡി ഷെല്ലാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. പഴയ സ്വിഫ്റ്റിൻ്റെ ഒരു ഡോറോ, ബോണറ്റോ, ഡിക്കിയോ, ബമ്പറോ ഒന്നും തന്നെ സുസുക്കി സ്വിഫ്റ്റ് 4th ജനറേഷൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത് 3rd ജനറേഷൻ തന്നെയല്ലേ എന്ന് തോന്നും. പക്ഷേ അല്ല, ഒരിക്കലും അല്ല എന്നാണ് പറയേണ്ടത്. നിങ്ങൾക്ക് കാണാം ബോണറ്റിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തു നിന്ന് തന്നെ ബമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഗ്രില്ലിലുണ്ടായിരുന്ന ലോഗോ അത് ബമ്പറിലോട്ട് മാറി ഈ ഒരു തരത്തിലാണ് കമ്പനി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ബോണറ്റ് കട്ടായി ബമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങ് പരന്നിരിക്കുന്ന ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. ഇത് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. തൊട്ട് താഴെ DRലും കാണാം ഈ ഒരു ZXi എന്ന പേരിൽ. ആകെ മിസ്സിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഒരു കൊച്ചി ഫോഗ് ലാമ്പ് കൊടുത്തില്ല. അത് നമുക്ക് കമ്പനി തന്നെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഏകദേശം 4000 രൂപ അടുപ്പിച്ച കോസ്റ്റ് വരത്തുള്ളൂ. തൊട്ട് താഴെ എയർ ഡാം കാണാം. പുതിയൊരു ഗ്രിൽ പാറ്റേൺ കാണാം. അത് ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുള്ള ഭംഗിയായിട്ടുണ്ട്. ഈ റെഡ് കളർ എല്ലാവരും ഒന്ന് മാറ്റി പിടിക്കുക. കാരണം 3rd ജനറേഷൻ സ്വിഫ്റ്റ് വന്നപ്പോൾ ഏറ്റവും അധികം ഇറങ്ങിയ ഒരു കളർ റെഡാണ്. അപ്പോൾ റെഡ് തന്നെ 4th ജനറേഷൻ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് 3rd ജനറേഷൻ അല്ലേന്ന് തോന്നും. വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും കളർ ചോയ്സ് കാണും, അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഗ്ലാസ് ഏരിയ ഒന്നും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. പില്ലറും ഒക്കെ ഏകദേശം അതുപോലെ തന്നെ. മാരുതിയുടെ ആ ഒരു തനത് ORVM ഒക്കെ കാണാം. അപ്പോൾ അത് പറയുമ്പോഴാണ് നമുക്ക് ഇനി എന്തിനാ സൈഡ് പ്രൊഫൈൽ പോയി അത് തന്നെ പറഞ്ഞേക്കാം. സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴുള്ള പ്രധാന മാറ്റം, ഈ റിയർ ഡോർ ഹാൻഡിൽ കമ്പനി ഒരു കൺവെൻഷ്യൽ രീതിയിൽ തന്നെ നോർമലി കാണാനുള്ള വാഹനത്തിൽ പ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ പ്ലേസ് ചെയ്ത് 3rd ജനറേഷൻ സ്വിഫ്റ്റ് ഇറങ്ങിയപ്പോൾ നമ്മൾ ആകെപ്പാടെ ഒന്ന് തപ്പിക്കളിക്കുമായിരുന്നു ഡോർ എവിടെയാണ് തുറക്കേണ്ടതെന്ന്. പക്ഷേ അത് പില്ലർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് സ്വിഫ്റ്റ് അല്ല ആദ്യം കൊണ്ടുവന്നത്, അത് ഷെവർലെ ബീറ്റാണ് ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് 1-2 വാഹനങ്ങളിലൊക്കെ അത് ലോഞ്ച് ചെയ്തെങ്കിലും അത് പടലെ പൊളിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ പൊളിഞ്ഞില്ല. കാരണം സ്വിഫ്റ്റ് എന്ന പേര് മാരുതി സുസുക്കി എന്ന കമ്പനി ഏത് വാഹനം ഇറക്കി കൊടുത്താലും ടോപ്പ് സെല്ലിങ്ങിലോട്ട് ഓട്ടോമാറ്റിക്കലി കയറിക്കോളും. നമ്മളായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വൈഡായിട്ട് തുറക്കാവുന്ന ഡോറാണ്. അത്യാവശ്യം ബോഡി വെയിറ്റ് ഒക്കെ കൂടിയെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു തോന്നൽ. എങ്കിലും നമുക്ക് ആ 3rd ജനറേഷൻ കൂടി ഉണ്ടായിരുന്ന എൻ്റെ ഒരു കമ്പാരിസൺ പിടിക്കാറ് നോക്കട്ടെ, നമുക്ക് ഉടനെ ചെയ്തിടാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ZXiൽ വരുന്നൊരു മാറ്റം, ഒരു സിൽവർ അലോയിലാണ് വരുന്നത്. ഏകദേശം ടയർ സൈസ് പറയുകയാണെങ്കിൽ 185 ടയർ സൈസ് വരുന്നത്. 15 ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കമ്പനിയിൽ നിന്ന് എടുക്കുക, നേരെ ഈ അലോയിൽ ബ്ലാക്ക് ആൻഡ് ചെയ്യുക. അതിമനോഹരമായിരിക്കും കാണാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. മാരുതിയുടെ തനത് ORVM കൊടുത്തിട്ടുണ്ട്. പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, B പില്ലറും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് നമുക്ക് ഫുൾ ഓപ്ഷൻ ZXi പ്ലസ് എന്ന വേരിയന്റിൽ അവൈലബിൾ ആണ്. അത് കാണാൻ കുറച്ചുകൂടി സ്പോർട്ടിയാണ്. ഇനിയിപ്പോൾ LXi VXi എടുക്കുന്നവരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ, അല്ല കമ്പനി തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. അതിലൊന്നും വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. റിയർ സൈഡ് കാണുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് എവിഡൻ്റ് ആയിട്ട് ആ മാറ്റം തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സ്മോക്ഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. അതിലൊരു സീ ടൈപ്പ് പാറ്റേൺ LED കൊടുത്തിട്ടുണ്ട്. അത് ബേസ് മോഡിലോട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ ഒരു സ്മോക്ഡ് ഫീൽ, ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു ഫീൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. കാരണം സ്വിഫ്റ്റ് എടുത്താൽ തന്നെ ആൾക്കാർ ആദ്യം ചെയ്യുക ഈ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് യൂണിറ്റും ടെയിൽ ലാമ്പ് യൂണിറ്റും കിട്ടിയത്. ഇനിയിപ്പോൾ അങ്ങനെ കഷ്ടപ്പെടേണ്ട, കമ്പനി തന്നെ നല്ല കിടിലൻ ആഫ്റ്റർ മാർക്കറ്റ് പോലത്തെ OEM ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് എന്തായാലും ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒന്നും യാതൊരു മാറ്റവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എലിവാല് പോലെ നിൽക്കേണ്ട ആൻറ്റിന എന്തുകൊണ്ടോ കാണുന്നില്ല. കാക്ക ഒത്തിക്കൊണ്ട് വേണം സംശയമുണ്ട്.
അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നത് കിട്ടിയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. റിയർ ഡീഫോഗർ, ബാക്ക് വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ തനത് ലോഗോ, സ്വിഫ്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ ബൂട്ട് സ്പേസ് എന്തുകൊണ്ടെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നല്ല മഴ പെയ്യും, നല്ല മഴ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുടയൊക്കെ ആയിട്ടാണ് വന്നത്, കുട പിടിച്ചൊക്കെ വീഡിയോ എടുക്കാന്നുള്ളത്. വല്ലിച്ചിൻ്റെ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് കുട മേടിക്കുന്നത്. ഇതുവരെ കുട പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും കുട പിടിച്ച് വീഡിയോ എടുക്കുന്നതായിരിക്കും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് കൊണ്ടിട്ടുണ്ട്. അത്യാവശ്യം എയർപോർട്ട് കൂടെ ഓട്ടാൻ പറ്റിയ രീതിയിലാണ് കമ്പനി അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയറിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. വലുതായിട്ടൊന്നും വലിയ എക്സൈറ്റിങ് ഇപ്പോൾ പുതിയ വാഹനങ്ങളിലൊക്കെ കാണാറുള്ള പോലെ അത്ര ധനഗംഭീരമൊന്നും പറയാനില്ല, എങ്കിലും മാരുതിയുടേതായ ഒരു തനത് ഇന്റീരിയർ ഒന്ന് കണ്ടേച്ചും വരാം. ഇത്രയൊക്കെ മാറ്റം കൊണ്ടുവരാൻ അറിഞ്ഞിട്ട് എൻ്റെ പൊന്നു സുസുക്കി ഈ സ്റ്റിയറിംഗ് വീൽ കണ്ട് മടുത്ത് എൻ്റെ പൊന്നിയായിട്ട് ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ ആരെങ്കിലൊക്കെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നതും കാണുന്നുണ്ടെങ്കിൽ ഈ സ്റ്റിയറിംഗ് വീൽ ഒന്ന് മാറ്റിത്തരണം. എൻ്റെ താഴ്മയായ അപേക്ഷയാണ്. കാരണം സുസുക്കി സ്വിഫ്റ്റ് 2018 തൊട്ട് അതിൻ്റെ 3rd ജനറേഷൻ ഇറങ്ങിയപ്പോൾ തൊട്ട് കാണുന്നൊരു സ്റ്റിയറിംഗ് വീലാണ്. അത് സ്വിഫ്റ്റിൽ മാത്രമല്ല, മാരുതി ഇപ്പോൾ ഉള്ള ഒരു 90% വാഹനങ്ങളിലും ഇത് തന്നെയാണ് കാണുന്നത്. സ്വിഫ്റ്റിലായാലും ബെലോയിലായാലും ഫ്രോൺസിലായാലും എർട്ടിഗയിലായാലും XL6 ബ്രസേലായാലും ഒയ്യോ അങ്ങനെ പറയാനാണെങ്കിൽ നാളെ നേരം വെളുക്കും. അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. എന്തായാലും ഇതൊന്നും മാറ്റണം, അപേക്ഷയാണ്. അപ്പോൾ ബാക്കി കാണുവാണെങ്കിൽ ഇന്റീരിയർ ഒരു സ്ക്രീൻ കാണാം. നമുക്കിപ്പോൾ കാണുന്ന ഒരു 7-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. 2022 ഏറ്റവും പുതിയ ബെലേനോയിൽ കൊണ്ടുവന്ന അതേ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ച് പാറ്റേൺ നമുക്ക് ഇവിടെ കാണാം. അത് പിന്നീട് ഗ്രാൻഡ് വിറ്റാരയിൽ വന്ന്, ഫ്രോൺസിൽ വന്ന്, ഇപ്പോൾ സ്വിഫ്റ്റിലും വന്ന്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാരുതിയുടെ ഒരു തനത് സംഭവമാണ്. ആ ഒരു ഡോർ ഹാൻഡിലിൻ്റെ പാറ്റേണൊക്കെ നമ്മൾ കൊച്ചിലോട്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കാണുന്നതാണ്. അതൊക്കെ അതേപോലെ തന്നെ കമ്പനി നിലനിർത്തിയിട്ടുണ്ട്, ആ ഒരു ട്രഡീഷണൽ രീതി തന്നെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഒരു സ്വിച്ച് ക്വാളിറ്റിയും ഈ ഒരു ഫീലൊക്കെ നമുക്ക് എത്ര വർഷം ഈ വാഹനം ഉപയോഗിച്ചാലും നമുക്ക് കിട്ടുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ റിലയബിലിറ്റിനെ പറ്റി നമുക്ക് ബോധപ്പെടേണ്ട കാര്യമില്ല, അതൊക്കെ പക്കയാണ്. പിന്നെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൽ വന്ന ഒരു കിടിലം ഫീച്ചറാണ് ഈ ഒരു വയർലെസ് ചാർജിങ്. അത് ഒരു അത്യാവശ്യം നല്ല ഉപകാരപ്പെട്ടൊരു ഫീച്ചർ തന്നെയാണ്. അത് കൊള്ളാം. അത് ZX വേരിയൻ്റ് തൊട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ പൊട്ടിച്ചിറക്കിയ വാഹനമാണ്. ഇപ്പോൾ 27 കിലോമീറ്റർ പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പാറ്റേണൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി ഫാബ്രിക് സീറ്റാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം എന്തൊക്കെ കമ്പനി കുറച്ച് ബൾജിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഇന്റീരിയർ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്ക്രീനൊക്കെ കുറച്ച് ഇങ്ങോട്ട് ചരിച്ച് വെച്ചിട്ടുണ്ട്, ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ട്. അത് കെട്ടിയാൽ മുഴച്ച് നിൽക്കുമെന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പൊസിഷനൊക്കെ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ് മിറർ വരുന്നില്ല, മാനുവലി ഡിം ചെയ്യാൻ സാധിക്കുന്ന മിററാണ്. ഇവിടെ നമുക്ക് ഒരു സൺ ബ്ലൈൻഡ് കാണാം, അതിലൊരു ഇതും കൊടുത്തിട്ടുണ്ട്, മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കറും 2 ട്യൂട്ടറോൺ വരുന്ന അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഓഡിയോയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട റിയർ സീറ്റിലെ സ്പേസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ടിൽ 1-2 കാര്യങ്ങളും കൂടി നമ്മൾ പറയാനായിട്ട് വിട്ടുപോയി. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, VXI പ്ലസ് അല്ലെ VXI ഓപ്ഷണൽ എന്ന 3ാമത്തെ വേരിയൻ്റ് തൊട്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കീലെസ് എൻട്രി, റിക്വസ്റ്റ് സെൻസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കും. അതൊരു കിടിലം വേരിയൻ്റ് അല്ല, കിടിലം ഒരു ഫീച്ചറാണ്. അത് 3ാമത്തെ വേരിയൻ്റ് തൊട്ട് തന്നെ കൊടുത്തത്, VXI ഓപ്ഷണൽ തൊട്ട് തന്നെ കൊടുത്തത് മാരുതിക്ക് അതിനൊരു വളരെയധികം നന്ദിയുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ഇലക്ട്രിക്കൽ മിറർ ഫോൾഡ് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റും പവർ വിൻഡോ കൺട്രോൾസൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് കാണാം. ഡോർ പാഡിലൊന്നും യാതൊരു വ്യത്യാസവും. ബോട്ടിൽ ഹോൾഡർ, ഫയൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്, ചെറിയൊരു റെക്സൻ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ വേറെ എടുത്ത് പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതൊരു കിടിലം ഫീച്ചറാണ്. അത് ഈ ZX വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട്. VXI ഓപ്ഷനിൽ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ടെലസ്കോപ്പിക് ഇല്ല. അത് ചിലപ്പോൾ അടുത്ത വേരിയൻറ്റിൽ ഇല്ലെന്ന്, സ്വിഫ്റ്റിലില്ലെന്ന് തോന്നുന്നു, ബെലേനയ്ക്കാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ സൈഡിൽ കയറിയിട്ട് അവിടുത്തെ സ്പേസ് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് റിയർ സീറ്റിലോട്ട് കയറാം. ഇപ്പോൾ എൻ്റെ കംഫർട്ടിനാണ് ഫ്രണ്ട് സീറ്റ് ഇട്ടിരിക്കുന്നതെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മുട്ട് തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. തൈ സപ്പോർട്ട് ലേശം കുറവാണ്, എന്നാലും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഹാൻഡ് റെസ്റ്റ് വേറെ പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം ഉയർന്നിരിക്കുന്ന സെൻട്രൽ ടണൽ ആയതുകൊണ്ട് തന്നെ 2 പേർക്കാണ് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നതെങ്കിലും 3 ആൾക്കിരിക്കാം. റിയർ AC വെന്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതൊരു കിടിലം ഫീച്ചറാണ്. കാരണം അത് കൊള്ളാം. ബാക്കിലോട്ടും അത്യാവശ്യം പെട്ടെന്ന് തന്നെ ക്യാബിൻ കൂളാവുന്നുള്ളൊരു കിടിലം ഫീച്ചറാണ്. ഡോർ പാഡിൽ ഒരു ചെറിയ ബോട്ടിൽ വെക്കാവുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം കൊടുത്തിട്ടുണ്ട്. തറക്കില്ലാത്തൊരു ഇതെന്ന് പറയാം, ഈ വീൽ ബേസിൽ ഒതുക്കുന്ന രീതിയിൽ കമ്പനി അത് തോട്ട്ഫുൾ ആയിട്ട് ആ ഒരു ഇന്റീരിയർ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ തൊട്ടുമേലുള്ള പ്രീമിയം ഹാഷ് ബാക്ക് മോഡലായിട്ടുള്ള ബെലേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റീരിയർ സ്പേസ് കുറച്ച് കുറവാണെന്ന് പറയേണ്ടി വരും. എഞ്ചിൻ നിങ്ങൾക്കൊന്ന് കാണണ്ടേ, പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ അടിമുടി മാറി, അതുപോലെ തന്നെ എഞ്ചിനും മാറി. ഏറ്റവും പുതിയ എഞ്ചിനാണ് കാണുന്നത്. അത്രയും മാസ് BGMൻ്റെ ഒന്നും കാര്യമില്ല. കാരണം
പവർ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 9 PS പവറും കുറഞ്ഞ്, ഒരു സിലിണ്ടർ പോയി, 1 ന്യൂട്ടൺ മീറ്റർ ടോർക്കും കുറഞ്ഞു. പക്ഷെ അത് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. അതാണ് മാരുതിയുടെ പ്രത്യേകത. കാരണം അവരുടെ 3 സിലിണ്ടർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ 6 സിലിണ്ടറുമായിട്ട് കമ്പയർ ചെയ്യാം അത്ര റിഫൈൻമെന്റ് ആയിരിക്കും. അത് ഞാൻ കുറച്ച് കയറ്റി പറഞ്ഞാണ്, എങ്കിലും അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. നിങ്ങൾ ആരും പേടിക്കേണ്ട. 3 സിലിണ്ടറിന്റെ കുടച്ചിലോ പിടിച്ചിലോ ഒന്നും ഇതിനില്ല. അത് ഞാൻ ഗ്യാരണ്ടി അല്ല, മാരുതി ഗ്യാരണ്ടിയാണ്. എനിക്ക് ഗ്യാരണ്ടി വയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രൈവിലോട്ട് കിടക്കാം. ഏറ്റവും പുതിയ സ്വിഫ്റ്റ് 3 സിലിണ്ടർ എഞ്ചിനാണ് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഗിയർ നോബിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ചെറിയ രീതിക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. എങ്കിലും മാരുതിയുടെ 3 സിലിണ്ടറിന്റെ ഒരു റിഫൈൻമെന്റ് ലെവൽ പോയ പോക്ക് ഒരു രക്ഷയില്ല. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനമാണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. നമ്മൾ RPM ഒക്കെ അത്യാവശ്യം കയറ്റി ഓടിക്കാൻ നേരത്ത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള നോയ്സാണ്. സസ്പെൻഷനും അത്യാവശ്യം സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണെങ്കിലും ഒരു മികച്ച റൈഡ് ക്വാളിറ്റി, ഒരു ഹാച്ച് ബാക്കിന് കിട്ടേണ്ടതായ റൈഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ബോഡി റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സീറ്റിന്റെ സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് 3rd ജെൻ സ്വിഫ്റ്റ് ആദ്യം ഇറങ്ങിയ ബാച്ചിലുള്ള വാഹനങ്ങളുടെയൊക്കെ ഒരു റിട്ടേൺ വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലായി. അതുകൊണ്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു രക്ഷയില്ല. വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് ഒക്കെ പക്കയാണ്. പിന്നെ ക്ലിക്ക് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് ആണ്. പെറുക്കി ഇട്ട പോലെയാണ് ഗിയർ വീഴുന്നത്. അതുകൊണ്ട് തന്നെ മാനുവൽ ആണെങ്കിലും നമുക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പവറിൽ ഒരു 8.5 PS പവർ കുറഞ്ഞ്, ഒരു 1 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കുറഞ്ഞൊക്കെ ഉള്ളത് പേപ്പറിൽ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡിലിട്ട് ഞാനൊന്ന് ആക്സിലറേറ്റ് ചെയ്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിലും വാഹനം പറന്ന് കയറി പോണൊരു ഫീലാണ് ലഭിക്കുന്നത്. ഇപ്പൊ ഏകദേശം 80 km ആയി. ആ ഒരു തരത്തിലാണ് ഇതിന്റെ 0 to 80 വരുന്നത്. ABS കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും കുഴപ്പമില്ല. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് റെസ്പോൺസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് കണ്ട റിട്ടേൺ വരുന്നുണ്ട്, ഒക്കെ ആയിട്ടാണ് റിട്ടേൺ വരുന്നത്. പിന്നെ ഓട്ടോ വൈപ്പേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. മാനുവലി തന്നെ വൈപ്പേഴ്സ് ഒക്കെ ഇടണം. ഓട്ടോ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. പിന്നെ മൈലേജ് ആണ് ഇവന്റെ മെയിൻ എന്നാണ് പറയേണ്ടത്. മാനുവലിനേക്കാൾ കൂടുതലാണ് ഓട്ടോമാറ്റിക്കിന് ക്ലെയിം ചെയ്യുന്നത്. അതൊരു കിട്ടുന്ന സംഭവമാണ്. ഒരു 5 സ്പീഡ് മാനുവലും ഒരു 5 സ്പീഡ് AGS AMG ട്രാൻസ്മിഷനുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. AGS വളരെ ഷിഫ്റ്റ് കുറച്ച് നല്ല പ്രോപ്പർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല ഹിൽ ഹോൾഡ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേഡീസ് ഒക്കെ ഓപ്റ്റ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് ഓപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ. അത് മാത്രമല്ല ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിന്റെ മീറ്റർ കൺസോൾ ടോട്ടലി മാറിയിട്ടുണ്ട്. ഏറ്റവും പുതിയൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ZXA ആയതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം അതിൻ്റെ ആ ഒരു ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ടോപ്പനിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഒരു കളറ് MIDയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും കൊള്ളാം. അപ്പം അത്രയൊക്കെയാണ് ഇവൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ. നമുക്ക് ഔട്ടറിലോട്ട് കിടക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് ഏറ്റവും പുതിയ 4th ജനറേഷൻ സ്വിഫ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തത് മൈജോ മോട്ടോഴ്സിൽ നിന്നാണ്, കുണ്ടന്നൂറിൽ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്വിഫ്റ്റ് ആയിക്കോട്ടെ, പഴയ 4 സിലിണ്ടറുള്ള ഒരു മിനി കൂപ്പർ സ്റ്റൈലിംഗിലുള്ളൊരു 3rd ജനറേഷൻ സ്വിഫ്റ്റാണ് നിങ്ങളുടെ മനസ്സിലുള്ളെങ്കിൽ അതും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇനി പുതിയ മസറാട്ടി മോഡലുള്ള 3 സിലിണ്ടർ സ്വിഫ്റ്റാണ് നിങ്ങളുടെ മനസ്സിലുള്ളെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ബുക്കിങ്ങിനും എൻക്വയറിക്കും ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മൈജോ മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെടാനാണ് കുണ്ടന്നൂരിലുള്ള. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.